കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമ്മൾക്ക് തയ്യാറാവണം. നാം ആയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ മഹാകരുണ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ കർത്താവെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. 42-ാം സങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് പകലും ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് എൻഡിൽ നിന്നും ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകലും അവിടുത്തെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് പറയാൻ ആര് തയ്യാറുണ്ട്? ദൈവം ഇന്ന് പകലും നമുക്ക് മുമ്പായി പുറപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവശബ്ദം അവിടെ നമ്മളെ കേൾപ്പിക്കും. ആർക്കും തടയാൻ പറ്റാത്തതുപോലെയുള്ള ദൈവപ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാൻ സമയമായി. കർത്താവിൻ്റെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി പാപം കൂടാതെ എൻ്റെ യേശു പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് വരാൻ പോകുന്നു. നമുക്കൊരു ഒരുക്കം ആവശ്യമുണ്ട്. അടുത്ത ദിവസമാകട്ടെ, അടുത്ത മണിക്കൂറാകട്ടെ എന്ന് നമ്മൾ പറയരുത്. ദൈവം തരുന്ന ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും വിലപ്പെട്ടതാകിയാൽ ദൈവത്തിന് നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും അവിടുത്തെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യാൻ ഇടയാവണം. നാം നമ്മെ തന്നെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവരെ നോക്കാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതും ക്രമീകരിക്കേണ്ടതുമായ എല്ലാ മേഖലകളിലും ഒരു വലിയ ചേഞ്ച് വരാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ അവിടുത്തെ മുൻപാകെ ആര് സമർപ്പിക്കാൻ തയ്യാറുണ്ട്? അവരെ ഇന്ന് പകലിലും സഹായിക്കാൻ കർത്താവ് എഴുന്നേറ്റ് വരും. നോക്കൂ, നയനിലെ വിധവ തകർക്കപ്പെട്ട അവസ്ഥയാണ്. തൻ്റെ ഏകമകൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അടുത്ത നിമിഷം ആ കുഞ്ഞിനെ കുഴിയിലേക്ക് മൂടുവാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും ആൾക്കാർ ചെയ്തു കഴിഞ്ഞു. അവിടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സ്ത്രീ കരയാൻ തുടങ്ങി. പാളയത്തിൻ്റെ പുറത്തേക്ക് ബോഡിയുമായി പോകുമ്പോൾ അതിനു മുമ്പ് പാളയത്തിനകത്തേക്കൊരുവൻ വന്നു. മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. സ്ത്രീയെ കരയണ്ട എന്ന് ആദ്യവേശു പറഞ്ഞു. കാരണം അവിടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ, ഡെഡായ വിഷയത്തെ എഴുന്നേൽപ്പിക്കാൻ, പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുന്ന ആ സബ്ജക്റ്റ് പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് പാളയത്തിനകത്തേക്ക് വന്ന് നീ പറയാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമുക്കൊന്ന് തിരിച്ചറിയാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. അവിടുത്തെ ശക്തിയെപ്പറ്റി ഇന്ന് പകൽ നമുക്കൊന്ന് തിരിച്ചറിയാം. ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ നമുക്ക് മറയപ്പെടാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പകലിൽ ഗൈഡ് ചെയ്യട്ടെ. വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. വിശ്വസിക്കുന്നവൻ ഒരു നാൾ ഓടിപ്പോകില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സ്തോത്രം. 3-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 12-ാം വാക്യം സുപരിതമാണ്. അത് കണ്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിലാശ്ചര്യപ്പെടുന്നതെന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇങ്ങനെ നടക്കുമാറാക്കി
എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? അതിന് തൊട്ട് മുമ്പത്തെ ഭാഗമൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവർ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ആരാന്നറിയാമോ? 40 വർഷം പാരലൈസായ വ്യക്തിത്വം, സ്വാധീനം നഷ്ടപ്പെട്ട വ്യക്തിത്വം. ഒന്നുകൂടി പറഞ്ഞാൽ അവൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ട് ഇടിഞ്ഞു കാണും. കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഇതിൽ നിന്നൊരു മോചനമില്ല. പക്ഷേ പത്രോസ് കൈകൊടുത്തപ്പോൾ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കാലിലേക്ക് ദൈവശക്തി വന്നു. അവൻ കുതിക്കാൻ തുടങ്ങി, അവൻ ചാടാൻ തുടങ്ങി, അവൻ്റെ നരിയാണികൾ ഉറയ്ക്കാൻ തുടങ്ങി. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഉറപ്പിക്കത്തില്ലെന്നും കുതിപ്പിക്കത്തില്ലെന്നും പറഞ്ഞ് വർഷങ്ങൾ വെല്ലുവിളിച്ച ശക്തിയുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ, ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചാൽ, ഇന്ന് പകലും ചിലത് എഴുന്നേൽക്കാൻ പോകുന്നു, നടക്കാൻ പോകുന്നു, കുതിക്കാൻ പോകുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നു. യേശുവിൻ നാമത്തിൽ ശ്രദ്ധിക്കണമേ. ഇവര് ഇത് ചെയ്തു. പത്രോസും യോഹന്നാൻ അവരൊരുമിച്ച് നിന്നു. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ വിടുതൽ പ്രാപിച്ചവനും കൂടെ 40-ൽ പരം വയസ്സുള്ള ഈ വ്യക്തിയുടെ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുന്നു. ദൈവം വിടുതൽ നൽകുമ്പോൾ നമ്മളൊരു സാക്ഷ്യമായി ചേർന്ന് നിൽക്കണം, ഒരടയാളമായി നിൽക്കണം. നോക്കൂ, യേശു ലാസറിനെ ഉയർപ്പിച്ചു. പക്ഷേ അടുത്ത 12-ാമത്തെ യോഹന്നാൻ നോക്കൂ, ലാസർ യേശുവിൻ്റെ കൂടെ ഡിന്നറിലിരിക്കുകയാണ്. അനേകർ ലാസറിനെ കാണാൻ വന്നു. ദൈവം നൽകിയ വിടുതലുകൾ ഒരു ടെസ്റ്റ് മണിയാകാൻ പോകുകയാണ്. ദൈവം നൽകിയ വിടുതലുകൾ ലോകത്തിന് മുമ്പിൽ ഒരു ആശ്ചര്യചിഹ്നമാകാൻ പോകുകയാണ്. ദൈവം നൽകിയ വിടുതലുകൾ ലോകത്തിൻ്റെ ചരിത്രത്തെ കീറിമുറിച്ച്, കാലങ്ങളെ കീറിമുറിച്ച്, വിധിയെഴുത്തുകളെ കീറിമുറിച്ച് ഒരു വലിയ ആത്മീക അനുഭവത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. നോക്കൂ, ചരിത്രത്തെയും സമയത്തെയും കീറിമുറിച്ചു എന്ന് പറഞ്ഞാൽ 40-ൽ പരം വർഷമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കൈവിട്ട കേസാണ്. സമയം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊഴിഞ്ഞു പോയില്ലേ, ഇനി വിടുതലില്ലല്ലോ. പക്ഷേ വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും കാലങ്ങൾ മാറിയാലും ഈ പകൽ അഭിഷേകത്തിൻ്റെ ശക്തി വിഷയത്തെ തൊട്ടാൽ ഓൺ ദ സ്പോട്ടിൽ എഴുന്നേൽക്കുമെന്നൂടെ വിളിച്ചു പറയാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. സഹോദരങ്ങളെ, സ്തോത്രം. നിങ്ങളതുകൊണ്ട് ഭയപ്പെടരുത്. വർഷങ്ങളോ സമയങ്ങളോ മാസങ്ങളോ പോയി, മാത്രമല്ല എല്ലാവരും ഉപേക്ഷിച്ചു, എല്ലാവരും ഈ വിഷയം രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോഴാണ് അഭിഷേകത്തിൻ്റെ ശക്തി അതിനകത്തേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് വന്നാൽ എഴുന്നേൽക്കും. നോക്കൂ, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. നോക്കൂ, ആ അധ്യായത്തിൽ ഒക്കെ പത്രോസൊക്കെ ചെയ്ത അത്ഭുത പ്രവർത്തികൾ എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കണ്ട, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ചെയ്തത്. മാളിക മുറിയിൽ 120 പേർ ഹോളി സ്പിരിറ്റിന് വേണ്ടി കാത്തിരുന്നു. വാഗ്ദത്തത്തിൻ്റെ ശബ്ദം കേട്ടവർ. യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിടാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അത് അവരേറ്റെടുത്തു. വാഗ്ദത്തം കേട്ടവർ ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ദൈവശക്തി അവർ ഇരുന്നവരുടെ മേലെല്ലാം വ്യാപരിച്ചു. ഇരുന്നിടം നിറച്ചു. അവർ ആത്മാവിൽ ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അത്യന്ത ശക്തി പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ, പത്രോസ് നടക്കുമ്പോൾ, ഷാഡോ തട്ടുമ്പോൾ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക, രോഗികൾ സൗഖ്യമാകുക, പൈശാചിക മേഖലകൾ അഴിഞ്ഞു മാറുക, പാരലൈസാക്കിയ ബാധകൾ തകർന്നു മാറുക. പത്രോസ് പറയുകയാണ്, നിങ്ങളിതിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടുന്നേ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞങ്ങളിത് ചെയ്തത്, ഞങ്ങൾ കേവലം നിങ്ങളെപ്പോലെ മനുഷ്യരാ. എൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഇന്ന് പകൽ
പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, നടക്കുന്ന ഒരു വ്യക്തി, അവൻ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു സാക്ഷ്യമായി തീരുന്ന നിമിഷം ഇതായെത്തിയിരിക്കുന്നു. അന്നേരം വിളിച്ചു പറയണം, എൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞങ്ങളിത് ചെയ്തതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഏത് ഭൂതശക്തികളും, ഏത് രോഗബാന്ധവങ്ങളും, ഏത് അന്യായ ശക്തികളും, ഏത് പാരമ്പര്യങ്ങളെയും തകർത്തെറിയാനുള്ള ഒരാത്മനിയോഗം ഇന്ന് പകൽ അഭിഷക്തന്മാർ, ദൈവദാസന്മാർ പ്രാപിക്കാൻ തയ്യാറാവണം. സ്തോത്രം. കാലപ്പഴക്കം ചെന്ന വിഷയത്തെ, കാലഹരണപ്പെട്ട വിഷയത്തെ, തള്ളിക്കളഞ്ഞ വിഷയത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ആത്മനിയോഗം വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. സ്തോത്രം. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് മഹത്വം അങ്ങേക്കാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഡോറ് തുറന്നെങ്കിൽ ഞങ്ങളുടെ കഴിവല്ല, തിരുമഹത്വമാണ് എന്ന് വിളിച്ചു പറയാൻ ഇന്ന് പകൽ ജനം തയ്യാറാകട്ടെ. ഞങ്ങളുടെ ബലമല്ല, ദൈവ സാന്നിധ്യമാണ്, ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് വിളിച്ചു പറയാൻ ദൈവമക്കൾ തയ്യാറാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പാരമ്യം കൊണ്ടല്ല, ഞങ്ങളുടെ ഭക്തിയുടെ ആഴങ്ങൾ കൊണ്ടല്ല എന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുക്കാനാണ് തയ്യാറായത്. ഈ പകൽ സകല മഹത്വവും നമുക്ക് ദൈവത്തിന് കൊടുക്കാം. നമ്മളെ നാമാക്കിയ ദൈവത്തിന്, നമ്മളെ നടത്തിയ ദൈവത്തിന്, നമ്മളെ ജീവനോടെ നിർത്തിയ ദൈവത്തിന്, നമ്മളോട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന് സകല മഹത്വം കൊടുക്കാനായി തയ്യാറുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുന്ന പകൽക്കാലമാണ്. നിങ്ങളുടെ വൻ കാര്യങ്ങൾ ദേശത്ത് ദൈവത്തിന് ചെയ്യിപ്പിക്കാനുണ്ട്. എഴുതിത്തള്ളി ചില കേസുകളെ നിങ്ങളിലൂടെ സൗഖ്യം വരുത്തുവാൻ, നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതമായി പരിണമിക്കാൻ ദൈവത്തിന് ഇന്ന് പകലും കഴിയും. ചില വിഷയങ്ങൾ ഇന്ന് പകൽ ജീവൻ വെച്ച് എഴുന്നേൽക്കാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. മനുഷ്യൻ പരാജയപ്പെട്ടത്, ലോകം കർത്താവ് കൈവിട്ടത്, ഇന്ന് പകൽ ആത്മാവിൻ്റെ ശക്തിയാൽ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇതിലും വലുതിനെയും സംഭവിക്കാൻ പോകുന്നു. അനേകർ ഇന്ന് പകലാത്മാവിനെ പ്രാപിക്കാൻ തയ്യാറാകുമെങ്കിൽ, പ്രാർത്ഥനയുടെ ശക്തി ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ, ചിലത് ഇന്ന് പകൽ ജീവൻ വെക്കാൻ പോകുന്നു, ഓപ്പണാകാൻ പോകുന്നു, പുറപ്പെടാൻ പോകുന്നു. ചില ശിഥിലമാക്കിയ അന്തരീക്ഷങ്ങൾ, ചില കുടുംബജീവിതത്തെ തകർത്ത അന്തരീക്ഷങ്ങൾ യോജിക്കാൻ പോകുന്നു. പീസ് ഓഫ് മൈൻഡ് വരുന്നു, സ്വസ്ഥത വരുന്നു. ചില തകർച്ചകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ മാറുകയാണ്. നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ടാകും. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നും എഴുന്നേറ്റ് വരുന്ന ദൈവം, ഇന്നും വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, അവിടുത്തെ മഹത്വം കർത്താവേ അവിടുന്ന് ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾക്കായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. വിളിച്ചു പറയണം, ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി സകലത്തെയും കീഴടക്കുന്നതാ, സകലത്തെയും ജയിക്കുന്നതാ, സകലത്തെ ഓവർകം ചെയ്യുന്ന. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. മഹത്വം കർത്താവിന് കൊടുക്കൂ. ദൈവം വീണ്ടും നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും, ബലത്തോടെ നടത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.